ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഇന്നിപ്പോൾ അതിലെ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഗ്നിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസിൻ്റെ പേര് ഒന്നുകൂടെ പറയാം. ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, ബലാസ്റ്റ് റെസിസ്റ്റൻസ്, ഇഗ്നിഷൻ കോയിൽ, distributor assembly which includes a distributor, contact breaker points, condenser, and the final components is spark plug. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് to store and supply the electrical energy to various devices in the vehicle. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുകയും അതേപോലെ അതിന് വേരിയസ് ഡിവൈസിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇഗ്നിഷൻ സ്വിച്ചാണ്. ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൺ ഓർ ഓഫ് ദ ഇഗ്നിഷൻ സർക്യൂട്ട്. ഇറ്റ് കണക്ട് ബാറ്ററി പോസിറ്റീവ് ടെർമിനൽ ടു ദ പ്രൈമറി വൈൻഡിങ് ത്രൂ ബല്ലാസ്റ്റ് റെസിസ്റ്റൻസ്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡ്രൈവറാണ്. ഇഗ്നിഷൻ കോയിലിൻ്റെ ഓവർ ഹീറ്റിങ്ങിനെ തടയുക എന്നുള്ളതാണ് ബല്ലാസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ് ഓഫ് ഇഗ്നിഷൻ കോയിൽ. ഇഗ്നിഷൻ കോയിലിൽ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാനുള്ള കാരണമാണ് പറയാനായിട്ട് പോകുന്നത്. When the engine runs at a low speed, the CB point remain closed for a longer period of time. This will cause us to overheat the ignition coil. ലോ സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ ഈ ക്യാമും കറങ്ങുന്നത് ലോ സ്പീഡിലായിരിക്കും. അപ്പോൾ CB പോയിന്റ് കൂടുതൽ സമയം കോണ്ടാക്റ്റിലിരിക്കും. അങ്ങനെ കൂടുതൽ സമയം കോണ്ടാക്റ്റിലിരിക്കുമ്പോഴത്തേക്കും പ്രൈമറി കോയിൽ ബാറ്ററിയിൽ നിന്ന് കൂടുതൽ കറണ്ടിനെ ഡ്രോ ചെയ്യും. അങ്ങനെ ഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഇഗ്നിഷൻ കോയിൽ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇതിന് സീരിയസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് നമ്മുടെ പ്രൈമറി കോയിൽ കൂടുതൽ കറണ്ട് ബാറ്ററിയിൽ നിന്ന് വലിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഓവർ ഹീറ്റിംഗ് തടയും. ഈ ബല്ലാസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൂടെ കൂടുതൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് ചൂടാവും. ഈ റെസിസ്റ്റൻസ് ചൂടാകുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസും കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും ഇതുവഴി പോകുന്ന കറണ്ടിൻ്റെ അളവ് ബാറ്ററിയിൽ നിന്ന് കോയിലിലേക്ക് പോകുന്ന പ്രൈമറി കോയിലിലേക്ക് പോകുന്ന കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാനും കഴിയും. അടുത്ത കമ്പോണൻ്റാണ് ഇഗ്നിഷൻ കോയിൽ. ഇഗ്നിഷൻ കോയിലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. It is a step-up transformer. Its function is to step up 12 volt voltage in the battery to 20,000 to 25,000 volt to produce spark in the spark plug. എത്രത്തോളം വോൾട്ടിനെയാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ബാറ്ററിയിലുള്ള 12 വോൾട്ട്, സാധാരണ നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന 12 വോൾട്ട് ബാറ്ററിയാണ്. ഈ 12 വോൾട്ടിനെ 20,000-നും 25,000 വോൾട്ടിനും ഇടയിലുള്ള ഒരു വോൾട്ടായിട്ടാണ് ഇതിനെ ഇഗ്നിഷൻ കോയിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ഈ 20,000-25,000 വോൾട്ടേജ് നമ്മുടെ സ്പാർക്ക് പ്ലഗിൽ ഈ ഡിവൈസിൽ എത്തിയാൽ മാത്രമേ അതിൻ്റെ നടുക്കുള്ള ഇലക്ട്രോഡിൽ നിന്ന് ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് അവിടെയുള്ള ഗ്യാസിനെ അയണീകരിച്ചുകൊണ്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇഗ്നിഷൻ കോയിലിലെ മെയിൻ കമ്പോണൻസിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി കോയിലുണ്ട്, ഒരു സെക്കൻഡറി കോയിലുണ്ട്, അതേപോലെ ഇൻസുലേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോറുണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 വര വരയ്ക്കുന്നത്. ഇൻസുലേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോർ. അതേപോലെ ലോ ടെൻഷൻ ടെർമിനൽസ്.
ഈ കോയിലിൻ്റെ രണ്ടെൻഡിലുമായിട്ട് ലോ ടെൻഷൻ ടെർമിനൽസ് ഉണ്ട്. അതാണ് 12 വോൾട്ട് കറണ്ടിനെ ക്യാരി ചെയ്ത് പ്രൈമറി വൈൻഡിങ് വഴി കടത്തിവിടുന്നത്. അതേപോലെ ഒരു ഹൈ ടെൻഷൻ ടെർമിനലുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വൈൻഡിങ് എങ്ങനെയാണെന്ന് ആണ് പറയാനായിട്ട് പോകുന്നത്. ഇതിനെ ഈ കൊടുത്തിരിക്കുന്ന 3 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻസുലേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സിമ്പലാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. യഥാർത്ഥ രൂപത്തിലുള്ളതല്ല വരച്ചേക്കുന്നത്. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ വൗണ്ട് ഓവർ ദ ഇൻസുലേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോർ. ഇനി ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ പറയാം. എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രവർത്തനം, അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രവർത്തനമാണ് പറയുന്നത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻജിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇഗ്നീഷൻ സ്വിച്ച് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. ഇഗ്നീഷൻ സ്വിച്ച് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. അതേപോലെ എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ CB പോയിന്റ് മേക്കും ബ്രേക്കും ആക്കും ആരെ? പ്രൈമറി സർക്യൂട്ടിനെ. When the ignition switch is in on position and the CB point are in closed position, the current from the battery flow through primary coil and completed the primary circuit. As a result, a magnetic flux is produced in the insulated silicon steel core. When the cam rotates and its lobe opens the CB point, magnetic flux produced in the insulated silicon steel core diminishes suddenly, and this magnetic field collapses in the secondary winding of the ignition coil and produce a high voltage in the secondary coil. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിലും CB പോയിന്റ് ക്ലോസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലും പ്രൈമറി സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ കൊണ്ട് ഇൻസുലേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കോറിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോ പോർഷൻ എപ്പോഴാണോ വന്ന് CB പോയിന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, പ്രൈമറി കൂടെയുള്ള കറണ്ട് ഫ്ലോ നിൽക്കുകയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറി കോയിൽ കൊളാപ്സ് ചെയ്ത് അതിൻ്റെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഒരു ഹൈ വോൾട്ടേജ് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ കോയിലിൽ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിലെ നെക്സ്റ്റ് കമ്പോണൻറ്റ് കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ആണ്, CB പോയിന്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻറ്റ് തന്നെയാണ്. CB പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മേക്ക് ഓർ ബ്രേക്ക് ദ പ്രൈമറി സർക്യൂട്ട്. ഇറ്റ് മേക്ക് ഓർ ബ്രേക്ക് ദ പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ടിനെ മേക്കും ബ്രേക്കും ചെയ്യുന്നത് CB പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ സ്വിച്ച്. ഇതൊരു മെക്കാനിക്കൽ സ്വിച്ച് ആണ്. ദിസ് സ്വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ എ ക്യാം. ഒരു ക്യാം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ സ്വിച്ച് ആണ് CB പോയിന്റ് എന്ന് പറയുന്നത്. ഈ ക്യാമിൻ്റെ ലോബിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ഇതിനെയാണ് ലോ പോർഷൻ എന്ന് പറയുന്നത്. 1, 2, 3, 4. ഇതിൻ്റെ ലോ പോർഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിലിണ്ടറിന് എണ്ണത്തിന് തുല്യമായിരിക്കും. ഇനി ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോബ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ രൂപത്തിലായിരിക്കും. ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ എൻജിൻ ക്യാം ഷാഫ്റ്റ് കണ്ടാണല്ലോ, അതേപോലെ ഒരൊറ്റ ലോബ് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് ലോബ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു 2 പോയിന്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആണ്. ഇതിനെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കണം. ഈ ഇത് മൂവബിൾ പോയിന്റ് ആണ്, ഫിക്സഡ് പോയിന്റ് ആണ്. ഇത് ഫിക്സഡ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇത് മൂവബിൾ പോയിന്റ് ആണ്. ഇതൊരു ആമിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആമിലാണ്. ഇതിന് പറയുന്ന പേര് ആം. ഇതൊരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ആമാണ്. ക്യാം വന്നിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് ക്യാം വന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട് താഴേക്ക് ആര് മൂവ് ചെയ്യും? CV പോയിന്റ് മൂവ് ചെയ്യും. ഈ പോയിന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അലോയ് ഓഫ് പ്ലാറ്റിനം ആൻഡ് ഇറിഡിയം. പ്ലാറ്റിനത്തിൻ്റെയും ഇറിഡിയത്തിൻ്റെയും ഒരു അലോയ് കൊണ്ടിട്ടാണ് ഈ പോയിന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നല്ല വിയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കേണ്ട മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് പ്ലാറ്റിനത്തിൻ്റെയും ഇറിഡിയത്തിൻ്റെയും അലോയ് കൊണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. CV പോയിന്റ് മേക്കും ബ്രേക്കും ആവുന്ന സമയത്ത് അതിങ്ങനെ ഒരു 1500 RPM വർക്ക് ചെയ്യുന്നൊരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ അതിനകത്തൊരു 750 പവർ സ്ട്രോക്ക് ഉണ്ടാവും. മിനിറ്റിൽ ഒരു 750 പവർ സ്ട്രോക്ക് ആണ്. എന്ന് വെച്ചാൽ മിനിറ്റിൽ 750 പ്രാവശ്യം ഇതിങ്ങനെ ഓപ്പണും ക്ലോസും ആവണം. അപ്പോൾ ഇതിന് വിയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ വിയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും നമ്മൾ CV പോയിന്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് കണ്ടൻസർ ആണ്. ഇതാണ് കണ്ടൻസർ. കണ്ടൻസറിന്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ദ കറണ്ട് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിഡ്യൂസ് ദ ആർക്കിംഗ് ബിറ്റ്വീൻ ദ CV പോയിന്റ്. കറണ്ടിന്റെ ഒരു റിസർവോയർ ആയിട്ട് കണ്ടൻസർ വർക്ക് ചെയ്യും. അതേപോലെ CV പോയിന്റ് ഓപ്പണും ക്ലോസും ആകുമ്പോഴുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിനെ പ്രിവെന്റ് ചെയ്യുന്നതും ആരാണ്? കണ്ടൻസറാണ്. നമ്മൾ വീട്ടിലെ സ്വിച്ചുകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സ്വിച്ച് ഇടുന്ന സമയത്ത് ചില സ്വിച്ചുകളൊക്കെ ഇടുന്ന സമയത്ത് അതിനകത്ത് സ്വിച്ചിനകത്ത് ആർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേ സ്പീഡിലല്ല, നമ്മൾ സ്വിച്ച് ഇടുന്ന സ്പീഡിലല്ല എൻജിൻ കറങ്ങുന്നത്. അതിനേക്കാളും ഒരുപാട് സ്പീഡിലാണ് എൻജിൻ കറങ്ങുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാവുന്ന ആർക്കിംഗ് വളരെ കൂടുതലായിരിക്കും. ആ ആർക്കിംഗ് കൂടെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. അതേപോലെ കറണ്ടിൻ്റെ ഒരു റിസർവോയർ ആയിട്ടും ഇത് വർക്ക് ചെയ്യും. നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. The function of a distributor is to distribute the high tension voltage from the secondary coil into the spark plug as per the firing order. Distributor is driven by engine camshaft. എന്നനുസരിച്ചിട്ട് സെക്കൻഡറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിനെ സ്പാർക്ക് പ്ലഗിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് നമ്പർ ഓഫ് സിലിണ്ടറിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ടെർമിനൽസ് അതിനകത്ത് ചുറ്റും കൊടുത്തിരിക്കും. ഇതിനകത്ത് 4 സിലിണ്ടർ എഞ്ചിനാണ്. അതാണ് 4 സ്പാർക്ക് പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ആ 4 സ്പാർക്ക് പ്ലഗിനും അതിനകത്തൊരു 4 ടെർമിനൽ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഗ്നീഷൻ കോയിലിൽ സെക്കൻഡറി കോയിലിൽ നിന്നുള്ള ഹൈ ടെൻഷൻ ലീഡ് നേരെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ആം കൊടുത്തിട്ടുണ്ട്. അതിന് റോട്ടർ ആം എന്നാണ് പറയുന്നത്. ഈ റോട്ടർ ആമിലാണ് ഫസ്റ്റ് കറണ്ട് ഹൈ ടെൻഷൻ ലീഡ്സിൽ നിന്ന് എത്തുന്നത്. ഈ റോട്ടർ ആം എന്ത് ചെയ്തേക്കാണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റോട്ടർ ആം
ഏത് ടെർമിനലിൻ്റെ അടുത്താണോ ഉള്ളത് ആ ടെർമിനലിലേക്ക് സ്പാർക്കിനെ ഇലക്ട്രോൺസിനെ ജമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്പാർക്ക് പ്ലഗിലും കറണ്ട് എത്തുകയും ഹൈ ടെൻഷൻ വോൾട്ടേജ് എത്തുകയും അതിനകത്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിനകത്ത് ടെർമിനൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫയറിംഗ് ഓർഡറിന് അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇതിപ്പം ഒന്നാമത്തെ സിലിണ്ടറിലേക്കുള്ള ഹൈ ടെൻഷൻ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത പോകുന്നത് 1 3 എന്ന് പറയുന്ന സിലിണ്ടറിലേക്കായിരിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഹൈ ടെൻഷൻ ലീഡ് നേരെ എങ്ങോട്ടേക്കാണ് ഉപയോഗിക്കുന്നത്? 3 എന്ന് പറയുന്ന സിലിണ്ടറിലേക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 നേരെ 4 എന്ന് പറയുന്ന സിലിണ്ടറിലേക്കാണ്. അതേപോലെ ഇവിടെ നിന്ന് 2ലേക്ക്